تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الله تعالى ചില ആളുകളെ മരിപ്പിക്കുന്നതും ചില ആളുകളെ ജനിപ്പിക്കുന്നതും ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ മരണവുമെല്ലാം ഒരു പരീക്ഷണമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലവൻ എന്ന് അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിൽ ആരാണ് നല്ലവർ, ഏറ്റവും നല്ലവൻ ആരാണ്? നമ്മുടെ സ്കൂളുകളിലൊക്കെ പരീക്ഷകൾ ഉണ്ടാകും, എക്സാമുകൾ ഉണ്ടാകും. SSLCയുടെയും പ്ലസ് ടുവിന്റെയും ഡിഗ്രിയുടെയും PGയുടെയും ഒക്കെ പരീക്ഷകൾ വരാനിരിക്കുകയാണ് ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. എന്തിനാ അങ്ങനെ ഒരു പരീക്ഷയുടെ ആവശ്യം എന്താണ്? വീട്ടിൽ നിന്ന് രക്ഷിതാക്കളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത് പഠിക്കാനാണ്. ഒരു രക്ഷിതാവും കളിക്കണം എന്ന് പറഞ്ഞിട്ട് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാറില്ല. എല്ലാവരുടെ ലക്ഷ്യവും മക്കൾ പഠിക്കണം എന്ന ലക്ഷ്യമാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ച് അവർക്കൊരു പരീക്ഷ നൽകണ്ട എന്നാണോ? പോയവരൊക്കെ പഠിക്കുമെന്നാണോ? അല്ലാഹു തആല ഭൂമിയിലേക്ക് സർവരെയും പറഞ്ഞേക്കുന്നത് അല്ലാഹുവിനെ ആരാധിക്കാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ പറഞ്ഞയച്ചിട്ടില്ല എന്നാണ്. എന്ന് വെച്ച് പിന്നെ ആരെയും തിരിഞ്ഞു നോക്കൂല എന്നാണോ? ആർക്കൊരു പരീക്ഷണങ്ങൾ നൽകൂല എന്നാണോ? അല്ല, ഇബാദത്ത് ചെയ്യാനാണ് എല്ലാവരെയും പറഞ്ഞയച്ചത്, പഠിക്കാനാണ് എല്ലാവരെയും സ്കൂളിലേക്ക് പറഞ്ഞയച്ചത്. ഒരു വർഷം കഴിയുമ്പോൾ അവന്റെ പഠന നിലവാരം പരീക്ഷിക്കപ്പെടുകയാണ്. ഇവൻ വന്നത് പഠിക്കാനാണോ അല്ല കളിക്കാനാണോ എന്ന് അധ്യാപകർ ഒരു അന്വേഷണം നടത്തുകയാണ്. അപ്പോഴാണ് 100-ൽ 99 ആളുകളും വിജയിക്കുന്ന SSLCയിൽ പോലും ചില ആളുകൾ തോറ്റുപോകുന്നത്. അപ്പൊ മനസ്സിലായി, ഇവൻ പഠിക്കാൻ വന്നവനല്ല, ഇവൻ കളിക്കാൻ വന്നവനാണ് എന്ന് മനസ്സിലായി. പ്ലസ് 2 സെമസ്റ്റർ എക്സാമുകളിൽ, ഡിഗ്രി സെമസ്റ്റർ എക്സാമുകളിൽ ആരൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്, ആരൊക്കെ കളിക്കാൻ വരുന്നുണ്ട് എന്ന് ഓരോ സെമസ്റ്ററുകൾ കഴിയുമ്പോഴും അധ്യാപകർക്ക് തിരിച്ചറിയുന്നുണ്ട്. 5-6 സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 3, 4, 5 എണ്ണം തോറ്റുപോകുന്ന ആളുകൾ അവരാകെ കളിക്കാനാ വരുന്നത് എന്ന് അധ്യാപകർക്കറിയാം. അത് രക്ഷിതാക്കൾക്ക് തിരിച്ചറിയണമെങ്കിൽ വർഷങ്ങൾ ഇനിയും എടുക്കേണ്ടി വരും. അതേപോലെ നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. നമ്മളൊക്കെ ദീർഘമായ ഒരു ലോകത്തേക്കുള്ള ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മളൊക്കെ. യാത്ര ചെറുതാണ്, പക്ഷെ ലക്ഷ്യസ്ഥാനം വളരെ വലുതാണ്. യാത്ര വളരെ ചെറുതാണ്, ഒരു 60 വർഷത്തിന്റെ കാലയളവ്. പക്ഷെ നമ്മുടെ ലക്ഷ്യസ്ഥാനം, അതിന് മരണമില്ല, അതിന് വർഷങ്ങളുടെ കണക്കില്ല. അതുകൊണ്ട് അല്ലാഹു തആല ചില ആളുകളെ മരിപ്പിക്കുന്നു, ചില ആളുകളെ അല്ലാഹു ജനിപ്പിക്കുന്നു. ജനിക്കുന്നത് നമ്മൾക്കൊരു പാഠമാണ്. ഇതേപോലെ ചെറിയൊരു കുഞ്ഞായി ഞാൻ ജനിച്ചവനാണ്. ഇന്നെനിക്ക് 10, 25, 26, 27 വയസ്സായി. ഇനി ഞാൻ ഒരു 20, 30 വയസ്സാകുമ്പോഴേക്കും ഞാൻ തിരിച്ചു പോവുകയാണ് എന്റെ തറവാട്ടിലേക്ക്. ഈ 27, 28 വർഷങ്ങൾ എന്നിൽ നിന്ന് ചെലവഴിച്ചത്, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് നഷ്ടപ്പെട്ടത്. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളും അതുപോലെയാണ്. അപ്പൊ എനിക്ക് കൂടുതൽ ഇനി സമയങ്ങളില്ല എന്ന ചിന്ത ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവണം. അല്ലാഹു പറയുന്നു, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ഒന്നും അറിയാത്തവരായിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചെവി തന്നു, നിങ്ങൾക്ക് ഞാൻ കണ്ണ് തന്നു, നിങ്ങൾക്ക് ഞാൻ ഹൃദയം തന്നു. ലഅല്ലക്കും തഷ്കുറൂൻ. അതൊക്കെ തന്നത് നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നും അറിയാതെ, ഒരു വിവരവുമില്ലാതെ, ലോകത്തെക്കുറിച്ച്, മനുഷ്യരെ കുറിച്ച്, സ്വന്തം സൃഷ്ടിപ്പിനെ കുറിച്ച് പോലും ഒരു വിവരം പോലും ഇല്ലാതെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു. പിന്നെയുള്ള ഓരോ ദിവസങ്ങളും
വളരെ പെട്ടെന്ന് നമ്മളോട് ഇവിടെ പറയുന്നു, നമ്മളൊരു യുവാവാകുന്നു, നമ്മൾ വിവാഹം കഴിക്കുന്നു, ഒരു ഭർത്താവാകുന്നു, ഒരു പിതാവാകുന്നു, ഒരു ഉപ്പൂപ്പയാകുന്നു, നമ്മുടെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നു. ആ മരണം മുതലാണ് പരീക്ഷണം തുടങ്ങുന്നത്. നമ്മുടെ പരീക്ഷണങ്ങൾ വിലയിരുത്തുന്നത്, റിസൾട്ട് വരുന്നത് എപ്പോഴാണ്? നീ വിജയിയാണോ, നീ തോറ്റുപോയിട്ടുണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കുന്നത്. ഈ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളുമെല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور تبارك الذي بيده الملك ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ മഹോന്നതനാണ്. الذي خلق الموت മരണത്തെ അല്ലാഹു സൃഷ്ടിച്ചത്, വൽ ഹയാത ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ നമ്മളിൽ ആരാണ് നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളിൽ ആരാണ് നന്മ കൂടുതൽ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എല്ലാവരും മരിക്കേണ്ടവരാണ്. وإنما توفون أجوركم يوم القيامة മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നന്മകൾ അല്ലാഹു കണക്കാക്കി നോക്കുന്നുണ്ട്. وإنما توفون أجوركم يوم القيامة ഖിയാമത്ത് നാളിലാണ് അല്ലാഹു നമ്മുടെ നന്മയും തിന്മയും കണക്കാക്കുന്നത്. فمن زحزح عن النار ആരാണോ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖം ആസ്വദിക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിക്കുന്നത്, ഫഖദ് ഫാസ് അവര് വിജയിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ച് അല്ലാഹു ഖിയാമത്ത് നാളിൽ നമ്മുടെ നന്മയും തിന്മയുമെല്ലാം കണക്കാക്കി നരകത്തിലേക്ക് വീഴാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവർ ആരാണ്? അവരാണ് വിജയി. വിജയിക്കുന്നവർ നരകത്തിൽ വീഴാതെ സ്വർഗത്തിലെത്തുന്നവരാണ്. സത്യവിശ്വാസികളായ ആളുകൾ അവർ നരകത്തിലേക്ക് വീഴുന്നവരുണ്ട്, നരകത്തിൽ വീഴാതെ സ്വർഗത്തിലെത്തുന്നവരുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട്. അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട്. ഇന്നീ ലഅലമു ആഖിറ അഹ്ലിൻ നാരി ദുഖൂലൻ ഇലൽ ജന്ന സ്വർഗത്തിലേക്ക് അവസാനമായി നരകത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാളെ എനിക്കറിയാം. അയാൾ അല്ലാഹുവിനോട് വളരെ വേദനയോടെ അല്ലാഹുവിനെ സമീപിക്കുമ്പോഴാണ് അല്ലാഹു അയാളുടെ തിന്മകളും പാപങ്ങളും എടുത്തു പറയുന്നത്. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഇനി തോറ്റുപോയി, ഇനി എന്നെ വീണ്ടും നരകത്തിലേക്ക് ഇടുമോ എന്നൊരു പേടി. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നീ പേടിക്കേണ്ടതില്ല, നിന്റെ എല്ലാ വൻദോഷങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുകയാണ്. വൻദോഷങ്ങളുടെ പേരിലാണ് അല്ലാഹു ഇതുവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞത്, വൻദോഷത്തിന്റെ പേരിലാണ്. പിന്നെ ഒരുപാട് ചെറുദോഷങ്ങളുണ്ട്. ആ ചെറുദോഷങ്ങളെ അല്ലാഹു തആല നന്മയാക്കി മാറ്റിമറിക്കുമെന്നാണ്, നന്മകളാക്കി മാറ്റിമറിക്കുമെന്നാണ്. നീ എങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കും. അപ്പോ അദ്ദേഹം പറയും, എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല എന്ന രീതിയിൽ പറയും. അല്ലാഹു പറയും, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ചില ആളുകളുടെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കാറുണ്ട്. തിന്മകളെ നന്മയാക്കി മാറ്റിമറിക്കും. അപ്പോൾ അവർ പറയും, അല്ലാഹുവേ, ഇനിയും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ തെറ്റുകൾ, അതൊന്നും എനിക്കിവിടെ ഓർമ്മ വരുന്നില്ലല്ലോ
ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു പോയിട്ടുണ്ട് എന്നാണ്. അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം ഭൂമിയുടെ 10 ഇരട്ടിയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയുടെ 10 ഇരട്ടി. അയാൾ സ്വർഗ്ഗത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ, നബി അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ സ്ഥലമില്ല, ഇന്നഹ മൽആ, അത് നിറഞ്ഞിരിക്കുകയാണ്, അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അല്ല, നീ ഒന്നും കൂടി പോയി നോക്ക് എന്ന് പറഞ്ഞു. ഒന്നും കൂടി പോയി നോക്കി. അപ്പോഴും നബി അല്ലാഹുവേ വജത്തുഹാ മൽആ, അത് നിറഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നിനക്ക് ഞാൻ നൽകാൻ പോകുന്നത് ദുനിയാവിന്റെ ഭൂമിയുടെ 10 ഇരട്ടിയാണ്, നീ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം അങ്ങനെയാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ വിജയികളായി സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അവസരം ലഭിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും അവിടെ? അവസാനം പോകുന്ന ആളുകൾക്ക് 10 ഇരട്ടിയാണെങ്കിൽ ആദ്യം പോകുന്നവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? അതുകൊണ്ട് ഈ ദുനിയാവ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ്, ഖബർ മുതലാണ് എന്റെ ജീവിതം തുടങ്ങുന്നത് എന്ന ബോധത്തോടുകൂടെ, മരണത്തോടുകൂടിയാണ് അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് മരണശേഷമുള്ള ജീവിതത്തിലേക്ക് ഒരുങ്ങുന്നവനാണ്. മരണശേഷമാണ് എന്റെ ജീവിതം തുടങ്ങുന്നത് എന്ന ചിന്തയോടുകൂടി ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. ആ ഒരു ബുദ്ധിമാന്മാരിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി പാരത്രിക ലോകത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ, ഖബറിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല മനുഷ്യന് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും. 3 രീതിയിലാണ് ആളുകൾ പരീക്ഷണങ്ങളെ നേരിടുന്നത്. എന്തൊക്കെയാണ് പരീക്ഷണങ്ങളെന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അല്ലാഹു മനുഷ്യന് നൽകുന്നത് എന്ന്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത് വലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു പദപ്രയോഗം അവിടെ ഉപയോഗിക്കുന്നത്. വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കും എന്നല്ല പറയുന്നത്. നിങ്ങളെ അടിക്കും എന്ന് പറയുന്നതും തീർച്ചയായും നിന്നെ ഞാൻ അടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. കളിക്കണ്ട, ഞാൻ നിന്നെ അടിക്കും. കളിച്ചാൽ തീർച്ചയായും ഞാൻ നിന്നെ അടിക്കുക തന്നെ ചെയ്യും. വ്യത്യാസമുണ്ട്. ഹോംവർക്ക് നാളെ ചെയ്തു വരണം എന്ന് കുട്ടികളോട് പറയും. ചെയ്തില്ലെങ്കിൽ ഞാൻ പുറത്താക്കൂട്ടോ, ക്ലാസ്സിൽ നിന്ന് ഞാൻ പുറത്താക്കും. വേറൊരു ടീച്ചർ പറഞ്ഞു, എങ്ങാനും നാളെ വരുമ്പോ ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ തീർച്ചയായും ഞാൻ നിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും, ഞാൻ കേറ്റുകയില്ല. 2 വിഷയങ്ങളും 2 സ്റ്റൈലാണ്. ആദ്യത്തേതിൽ ഗൗരവം കുറവാണ്, അപ്പൊ കുട്ടികളത് വലിയ മുഖവിലക്കെടുക്കൂല. രണ്ടാമത്തേത് കുറച്ച് ഗൗരവമുണ്ട്, അപ്പൊ കുട്ടികൾ ഈ ടീച്ചർ പുറത്താക്കാൻ സാധ്യതയുണ്ട്, ഒരുങ്ങിയിട്ട് വരാം. അതേ ഒരു പദപ്രയോഗമാണ്. തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ, പരീക്ഷണങ്ങളില്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവും. പിന്നെ വെറുതെ അനാവശ്യമായിട്ട് ടെൻഷനും ദുഃഖവും വിഷമങ്ങളും ഉണ്ടായിട്ടൊരു കാര്യം ഉണ്ടാവില്ല. എങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കുന്നത്?
വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഒരു തരം പേടി, ഒരു തരം ഭയമുണ്ടാകും നമ്മൾക്ക്. ഭയം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഭയം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പേടിയാണ്. തിരിച്ചു വരുമ്പോൾ തരയുണ്ടാകുമോ എന്നാർക്കും ഉറപ്പില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പേടിയാണ്. കാസർഗോഡ് ജില്ലയിലൊക്കെ അത്തരം ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. ഇറങ്ങിപ്പോകാൻ നമ്മൾക്ക് പേടിയാണ്. എന്നാൽ മുസ്ലിം പോക്കറ്റുകളിൽ ഒരാൾക്കും പേടിയില്ലാതെ ധൈര്യമായി ഏത് അർദ്ധരാത്രിയിലും ഇറങ്ങി നടക്കാൻ നമ്മൾക്ക് കഴിയും. നായന്മാറമൂല ഒരു മുസ്ലിം പോക്കറ്റാണ്. ഏതൊരു മുസ്ലിം സഹോദരനും രാത്രി 2 മണിക്കും 3 മണിക്കും നായന്മാറമൂലയിലൂടെ ഒന്ന് നടന്നിറങ്ങുന്നതിൽ ഒരു പേടിയുമില്ല. തളങ്കര എന്ന് പറയുന്നത് ഒരു മുസ്ലിം പോക്കറ്റാണ്. അവിടെ ഏത് അമുസ്ലിമിനും രാത്രി 2 മണിക്കോ 3 മണിക്കോ ഇറങ്ങി നടക്കാൻ പേടിക്കേണ്ടതില്ല. ആലമ്പാടിയും അതുപോലെയാണ്. നിങ്ങൾ നോക്കണം, കാസർഗോഡ് ജില്ലയുടെ ഓരോ മുസ്ലിം പോക്കറ്റുകൾ അക്രമങ്ങൾ ഉണ്ടാകുമ്പോ, ഹർത്താലുകൾ ഉണ്ടാകുമ്പോ, വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോ മുസ്ലിം നാടുകളിൽ ഒരു അമുസ്ലിമിനും ഇവിടെ ധൈര്യമായി അല്ലെങ്കിൽ പേടിച്ചു നടക്കേണ്ട ഗതികേട് വരുന്നില്ല. എന്നാൽ നേരെ മറിച്ച് മുസ്ലിം പോക്കറ്റുകളുടെ അവസ്ഥ എന്താണ്? ഒരു കലാപം വന്നാൽ, ഞാൻ നാടിന്റെ പേര് പറയുന്നില്ല, ഒരു കലാപം വന്നാൽ അല്ലെങ്കിൽ ഒരു ഹർത്താൽ വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർഗീയ ലഹള വരുമ്പോ അത്തരം അമുസ്ലിം സഹോദരങ്ങളുടെ പോക്കറ്റിലൂടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടാകുമോ? ഇവിടെയാണ് ഇസ്ലാമിന്റെ ആ മഹത്വം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് മുസ്ലിമീങ്ങളുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ നേതാക്കന്മാരും നിയമപാലകരും പോലീസുകാരും ഒക്കെ ഈ വിഷയം ഗവേഷണം നടത്തണം. കാസർഗോഡ് ജില്ലയിൽ എവിടെയാണ് ഒരു ഹർത്താൽ വരുമ്പോൾ അക്രമങ്ങൾ നടക്കുന്നത്? എവിടെയാണ് റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നത്? എവിടെയാണ് മരങ്ങൾ മുറിച്ച് റോഡിന്റെ മധ്യേ ജനങ്ങൾക്ക് തടസ്സമായി വെക്കുന്നത്? ഏത് നാടുകളിലാണ്? ആ നാടുകളിൽ ആരാണ് ബഹുഭൂരിഭാഗം താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു മുസ്ലിം നാട്ടിൽ ഇത്തരം ലഹലകളിലോ കലാപങ്ങളിലോ ഒരു മുസ്ലിമിന് പോറലേറ്റ സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? ഇതാണ് എന്റെ പ്രിയപ്പെട്ട അമുസ്ലിം സഹോദരങ്ങളോട്, ഹൈന്ദവ സഹോദരങ്ങളോട് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്. നമ്മുടെ മുസ്ലിം പോക്കറ്റുകളിലേക്ക് ഏത് അർദ്ധരാത്രി സഹായം ചോദിച്ചു വന്നാലും നമ്മുടെ ചെറുപ്പക്കാരുണ്ടാകും സജീവമായി സഹായിക്കാൻ. ഒരു രോമത്തിനു പോലും തകരാറില്ലാതെ തിരിച്ചുവിടും. നിരപരാധികളെ ഇന്ന് വരെ അനാവശ്യമായി ആക്രമിച്ച ഏതെങ്കിലും ഒരു നാട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്നാൽ മറ്റുള്ള ചില നാടുകളിൽ നിരപരാധികളായ പാവങ്ങളെയാണ് കഴുത്തറുക്കാനും തലവെട്ടാനും അതുപോലെ പരിക്കേൽപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമപാലകർക്ക് ഇതൊരു പാഠമാണ്. നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ മഹത്വം. നമ്മൾ എത്രത്തോളം സഹിഷ്ണുത കാണിക്കുന്നുണ്ട് എന്ന്, നമ്മൾ എത്രത്തോളം സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ സമാധാനപ്രിയരായി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി മാറുന്നുണ്ട്. എന്നിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കാണ് കല്ലേറുകൾ വരുന്നത്. മുസ്ലിമീങ്ങളുടെ പള്ളികളിലേക്കാണ് കല്ലേറുകൾ വരുന്നത്. മുസ്ലിമീങ്ങളുടെ മദ്രസകളിലേക്ക് മുസ്ലിം ചെറുപ്പക്കാർക്ക് നേരെ, മദ്രസ മുഅല്ലിമീങ്ങൾക്ക് നേരെയാണ് അക്രമം നടത്തുന്നത്. എത്ര സമാധാനം ഇവിടെ പ്രകടിപ്പിച്ചാലും എത്ര സഹിഷ്ണുത കാണിച്ചാലും നമ്മൾക്കെതിരെ തിരിയാൻ, അവർക്കൊത്താശ ചെയ്യാൻ ചില നിയമപാലകരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ നാടുകളിൽ അക്രമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ വിള്ളൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല. അത് സംഘടനയുടെ പേരിലാണെങ്കിലും ശരി, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലാണെങ്കിലും ശരി. രാഷ്ട്രീയ പാർട്ടി അതുപോലെ തന്നെ സംഘടന എന്ന് പറയുന്നത് ഓരോ ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആർക്കും ഏത് പാർട്ടിയിലും ആർക്കും ഏത് സംഘടനയിലും എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും പ്രവർത്തിക്കാൻ 1947 മുതൽ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്.
അതുകൊണ്ട് ഇന്നാലിന്ന സംഘടനയായതിന്റെ പേരിൽ മറ്റൊരാളെ നമ്മൾ വെറുക്കേണ്ടതില്ല. ഇന്നാലിന്ന പാർട്ടിക്കാരനായതിന്റെ പേരിൽ മറ്റൊരാളെ നമ്മൾ വെറുക്കേണ്ടതില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മൾക്ക് നമ്മുടെ സംഘടന തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ ഓരോ ആളുകൾക്കും അവരവരുടെ സംഘടനകൾ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ ഓരോ ആളുകൾക്കും അവരവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അത്തരം ഭിന്നിപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ടാവരുത്. അത്തരം അനീക്യം നമ്മുടെ നാട്ടിലുണ്ടാവരുത്. അതിന്റെ പേരിൽ ഇവിടെ സ്പർദ്ധയുണ്ടാവരുത്. അതിന്റെ പേരിൽ ഇവിടെ അക്രമങ്ങൾ ഉണ്ടാവരുത്. അതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവരുത്. എല്ലാവരും ഒന്നിച്ചു നിന്ന് കൂട്ടമായി മുന്നേറുന്ന ഒരു നാട്, അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അള്ളാഹു നമ്മൾക്കിടയിൽ ഐക്യം നൽകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ അള്ളാഹു ഐക്യവും സംഘടിത ശക്തിയും കെട്ടുറപ്പും അള്ളാഹു നൽകട്ടെ. അപ്പൊ പറയുന്നത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഒരു തരം ഭയം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്നാണ്. തൊപ്പി വെച്ച് നടക്കാൻ പേടിയാണ്, ഹിജാബ് ധരിച്ച് നടക്കാൻ പേടിയാണ്, താടി വെക്കാൻ പേടിയാണ്. ഇന്റർവ്യൂകളിലേക്ക് പോകുമ്പോ താടി വെച്ചാൽ ജോലി കിട്ടുമോ, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. മുസ്ലിം നാമധാരിയാണെങ്കിൽ എയർപോർട്ടുകളിൽ പ്രത്യേകമായ പരിശോധനകൾ ഉണ്ടാകുമോ എന്ന പേടിയാണ്. ഈ രീതിയിൽ ഭയം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അം ഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, മഹാന്മാരായ സഹാബാക്കൾ, മഹാന്മാരായ പ്രവാചകന്മാർ, അവർ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ, അവർ അനുഭവിച്ചതുപോലെയുള്ള പീഡനങ്ങൾ നേരിടാതെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കണക്കില്ല. വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ്, അവരുടെ കാലുകൾ വിറച്ചു പോയിട്ടുണ്ട്, അവരുടെ കൂടെയുള്ള പ്രവാചകന്മാരുടെ കാലുകളും വിറച്ചു പോയിട്ടുണ്ട് എന്നാണ്. അവരും വിറച്ചിട്ടുണ്ട്, അവരുടെ കൂടെയുള്ള പ്രവാചകന്മാരുടെ കാലുകളും വിറച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ് മതാ നസ്റുല്ലാഹ്, അല്ലാഹുവേ എന്നാണ് നിന്റെ സഹായം നീ ഞങ്ങൾക്ക് നൽകുന്നത്, എന്നാണ് റബ്ബേ നീ ഞങ്ങളെ സഹായിക്കുന്നത്. എത്ര കാലമായി ഈ പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട്, ഇനി ഇതിനൊരു വിരാമമുണ്ടോ, ഇതിനൊരു അവസാനമുണ്ടോ? ഈ ഒരു പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒരു അവസാനമുണ്ടോ എന്ന് മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ സമുദായവും അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇവരനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ, ഇവരനുഭവിച്ചതുപോലെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കാതെ വളരെ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഒരു തരം പേടിയുണ്ടാകുമെന്നാണ്. ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ, ഇസ്ലാം തുടങ്ങിയത് തന്നെ വിചിത്രമായിട്ടാണ്, ഇസ്ലാം അവസാനിക്കുന്നതും വളരെ വിചിത്രമായിട്ടാണ്. ഇസ്ലാം തുടങ്ങുന്ന സമയത്ത് മുസ്ലിമീങ്ങൾക്ക് പരസ്യമായി നിസ്കരിക്കാൻ പേടിയായിരുന്നു, പരസ്യമായൊരു മുസ്ലിം എന്ന് പറയാൻ പേടിയായിരുന്നു. പലരും അവരവരുടെ ഇസ്ലാമിനെ പലരും മറച്ചു വെച്ചിരുന്നു. ഇസ്ലാം എന്ന് പരസ്യമാക്കിയാൽ അതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതിന്റെ പേരിൽ ക്രൂരമായ പരീക്ഷണങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുസ്ലിമായതിന്റെ പേരിലാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നഗ്നനായി വലിച്ചു കൊണ്ടുപോയത്. മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ മൂത്ര ലൈംഗിക അവയവങ്ങളിലേക്ക് ഇരുമ്പുകൾ കുത്തിക്കയറ്റിയത്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ തങ്ങളെ നിരന്തരമായി അടിച്ചത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേക്ക്, തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയത്. ഇതെല്ലാം മുസ്ലിമായതിന്റെ പേരിലാണ്. എന്നാൽ അതുപോലെ
പള്ളിയിൽ ഇറങ്ങിക്കിടക്കുന്ന ഉസ്താദുമാരുടെ തലവെട്ടാൻ, അതുപോലെ മദ്രസയുടെ മുഅല്ലിമീങ്ങളെ വളരെ നിഷ്ഠൂരമായി പീഡിപ്പിക്കാനും ആക്രമിക്കാനും ആളുകൾ ഇവിടെ ശ്രമിക്കും, പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ വലിയ തീക്ഷ്ണമായ തീച്ചൂളകളിലൂടെ ജീവിച്ചവരാണ് നമ്മുടെ മുൻഗാമികളെന്ന്. ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു തരം പേടി അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, കച്ചവടം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, കച്ചവടം ഇനി ഉണ്ടാവൂലേ എന്നുള്ള പേടി, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്നുള്ള പേടി, ജോലി കിട്ടുമോ എന്നുള്ള പേടി, വീട്ടിൽ നിന്നിറങ്ങിയ മക്കൾ തിരിച്ചു വരുമോ എന്നുള്ള പേടി, ഇങ്ങനെ പേടി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്. പിന്നെയോ വൽജൂ, പട്ടിണി കൊണ്ടും അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു നേരത്തെ വയറ് നിറക്കാൻ പോലും ഗതിയില്ലാതെ പട്ടിണി കിടന്നുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞു. ചില ആളുകൾ അങ്ങനെയാണ്. വിശപ്പകറ്റാൻ സാമ്പത്തികമായി ഒരാശ്രയമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ നാടുകളിലൊന്നും പട്ടിണി കിടക്കുന്ന ആളുകൾ ഇല്ല എന്ന്. ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകൾ ഇല്ല എന്ന് വിചാരിക്കേണ്ട. സോമാലിയയിൽ നിന്ന് പട്ടിണി പാവങ്ങളായ ആളുകൾ മൂത്രമൊഴിക്കുന്ന പശുവിന്റെ ലൈംഗിക അവയവങ്ങളിൽ തന്റെ വായ വെച്ചുകൊണ്ട് ദാഹമകറ്റുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ദാഹമകറ്റുന്നത് മൂത്രമൊഴിക്കുന്ന പശുവിന്റെ മൂത്രം കുടിച്ചിട്ടാണ്. വിശപ്പകറ്റുന്നത് കാട്ടിക്കുന്ന പശുവിന്റെ ചാണകം തിന്നിട്ടാണ് വിശപ്പകറ്റുന്നത്. ഈ ഒരു രീതിയിൽ എത്രയോ പട്ടിണി പാവങ്ങളായ രാജ്യങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് വളരെ വിദൂരത്താണ് എന്ന്. എന്നാൽ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാടുകളിലൊക്കെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇറാഖിലൊക്കെ എത്രയോ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം ശരീരം കാഴ്ചവെക്കേണ്ട ഗതികേട് പോലുമുണ്ട്. അത്തരം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങളെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പട്ടിണി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. വനഖ്സിം മിനൽ അംവാൽ, അല്ലാഹു തആല സാമ്പത്തികമായ മാന്യം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. എവിടെ കച്ചവടം തുടങ്ങിയാലും നഷ്ടത്തിലാണ്. ജോലിക്ക് പോയാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ അവിടെ വിജയമില്ല. പിരിച്ചുവിടുകയാണ്, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. എവിടെ പോയാലും ജോലിയില്ല, എവിടെ പോയാലും ബിസിനസ്സിൽ വരുമാനമില്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നഷ്ടങ്ങളാണ്. വനഖ്സിം മിനൽ അംവാൽ, ഗൾഫ് രാജ്യങ്ങളുടെ മാന്യം വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് നമ്മെ. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ലല്ലോ മാന്യമുള്ളത്, നമ്മുടെ ടൗണുകളിൽ, നമ്മുടെ ടെക്സ്റ്റൈലുകളിൽ, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ, നമ്മുടെ ചെറിയ കടകളിൽ വരെ ഇന്ന് സാമ്പത്തികമായ മാന്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നിരുന്നാൽ 1000 രൂപ പോലും സമ്പാദിക്കാൻ കഴിയാത്ത എത്രയോ എത്രയോ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വനഖ്സിം മിനൽ അംവാൽ, അല്ലാഹു നമ്മൾക്ക് നൽകുന്ന പരീക്ഷണമാണത്. സാമ്പത്തികമായ എക്കണോമിക്കൽ ക്രൈസിസ് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസ്, സ്വന്തം ശരീരത്തിലും അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. ശരീരത്തിലുള്ള പരീക്ഷണമാണ് മാറാരോഗങ്ങൾ അല്ലാഹു നൽകുന്നത്. മാറാരോഗങ്ങൾ അല്ലാഹു നൽകുന്നത്, ഷുഗർ അല്ലാഹു നൽകുന്നത്, ക്യാൻസർ നൽകുന്നത്, പ്രഷർ നൽകുന്നത്, കൊളസ്ട്രോൾ നൽകുന്നത്, യൂറിക് ആസിഡ് നൽകുന്നത്, കിഡ്നി ഫെയിലാകുന്നത്, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ കൈകാലുകൾ പാരലൈസ് ആയി തളർന്നു പോകുന്നത്, ഇങ്ങനെ നടുവേദന, മുട്ടുവേദന, തലവേദന, നിരന്തരമായ ഓരോ അസുഖങ്ങൾ അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ അല്ലാഹു വളരെ നേരത്തെ പറഞ്ഞതാണ്. ജനിച്ചത് മുതൽ മരണം വരെ ഒരു രോഗവുമില്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിച്ചു പോവാൻ കഴിയില്ല. ജനിച്ചത് മുതൽ മരണം വരെ ടെൻഷൻ ഇല്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിച്ചു പോവാൻ കഴിയില്ല.
കൃഷിയിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. കൃഷിയിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകും. അതാണ് നമ്മൾ കണ്ടത്. റബ്ബറിന്റെ വില കൂടിയ സമയങ്ങളിൽ എത്രയോ ആളുകളാണ് തോട്ടങ്ങൾ വിറ്റത്. അടക്കയുടെ കവുങ്ങുകളുള്ള തോട്ടങ്ങളെല്ലാം വിറ്റ് റബ്ബർ വെക്കാൻ ആളുകൾ തയ്യാറായത്. എന്നാൽ റബ്ബർ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അത് പാലുൽപാദിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും റബ്ബറിന്റെ വില വല്ലാതെ കുറഞ്ഞു വരികയാണ്. അതിന്റെ വരുമാനം കുറഞ്ഞു. എന്നിട്ട് ജോലിക്കാർക്ക് സാലറി കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ റബ്ബർ വ്യവസായം തകരുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോഴേക്കും അടക്കയുടെ വില കൂടി. ഇങ്ങനെ ഓരോ രീതിയിൽ അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. കുരുമുളകിന് 600-700 വിലയുള്ള സമയങ്ങളിൽ എത്രയോ ആളുകൾ കുരുമുളക് ബിസിനസ്സിലേക്ക് കാലിട്ടിറങ്ങി. എന്നാൽ ടൺ കണക്കിന് കുരുമുളകൾ അവർ ശേഖരിച്ചപ്പോഴേക്കും അതിന്റെ വില 300-ലേക്ക് 250-ലേക്ക് 300-ലേക്ക് അത് മാറുകയാണ് ചെയ്തത്. ഇതൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ്. 600-ന് വാങ്ങിച്ചവർ അവസാനം 300-ന് വിൽക്കേണ്ടി വരിക. എത്ര നഷ്ടമാണ് ഇത്തരം ആളുകൾക്കുണ്ടാകുന്നത്. ഇതെല്ലാം അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ്. അല്ലാഹു ഇതുപോലെ പരീക്ഷണങ്ങൾ നൽകുമെന്നാണ്. ഈ പരീക്ഷണങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ നേരിടേണ്ടത്, അതും അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹാന്മാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാകും. അത് ഒരു വ്യക്തിക്കൊന്നല്ല, എല്ലാവർക്കും ഉണ്ടാകും പരീക്ഷണം. പരീക്ഷണങ്ങളില്ലാത്ത ഒരാളും ലോകത്തുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ സുഖിക്കുന്നതും ചിരിക്കുന്നതും വലിയ വലിയ വീട് കെട്ടുന്നതും വണ്ടി വാങ്ങുന്നതും അതൊക്കെ നിങ്ങൾ കാണും. പക്ഷെ അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്രത്തോളം പ്രയാസങ്ങളുണ്ട്, അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇതിനെ തത്തുല്യമായി നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലുള്ളവരും പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ 3 രീതിയിലാണ് ആ പരീക്ഷണങ്ങളെ നേരിടുന്നത്. 3 രീതിയിലാണ്. ചില ആളുകൾ അൽ-അവ്വലു മഹ്റൂമുൻ മിനൽ ഖൈർ, അവർ അല്ലാഹുവിന്റെ കോപം ലഭിക്കുന്നവരാണ്. അഥവാ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, സാമ്പത്തികമായ മാന്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ബിസിനസ്സിൽ തകർന്നു പോകുന്ന സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് ആ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, 3 രീതിയിലാണ് ആളുകൾ അതിനെ നേരിടുന്നത്. ഒന്ന് മഹ്റൂമുൻ മിനൽ ഖൈർ, അവർക്ക് അല്ലാഹു തആല പരീക്ഷണത്തോടുകൂടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ശിക്ഷ നൽകുമെന്നാണ്. യുഖാബിലുൽ ബലാഅ, അവർ ഈ പരീക്ഷണത്തെ നേരിടുന്നത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ്. വസൂഇൽ ളന്നി ബില്ലാഹ് വത്തിഹാമിൽ ഖദരി, അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ പരാതി പറയുക, അല്ലാഹുവിനെ കുറിച്ച് പരാതി പറയുക, കണ്ടവരോടൊക്കെ ആവലാദികൾ പറയുക, വേവലാദികൾ പറയുക. പരാതികൾ പറയുന്നത് ഈ രീതിയിൽ ഒരു രോഗം വന്നാൽ അത് ക്ഷമിക്കുന്നതിന് പകരം എന്തേ അല്ലാഹു എനിക്ക് മാത്രം ഇങ്ങനെ അസുഖം തന്നത്, എന്തേ എന്നെ മാത്രം അല്ലാഹു പരീക്ഷിക്കുന്നത്, സാമ്പത്തികമായ മാന്യമുണ്ടായാൽ എന്തേ അല്ലാഹു എനിക്ക് മാത്രം ഇത്രത്തോളം പ്രയാസങ്ങൾ തരുന്നത്, ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നവനാണ്, ഞാൻ കൃത്യമായി പള്ളിയിൽ പോവാറുണ്ട്, ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട്, ദിക്റ് ചൊല്ലാറുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയാ. അപ്പുറത്തുള്ളവരെ കാണുന്നില്ലേ, പള്ളിയിൽ അവർ പോവാറില്ല, ഇന്ന് വരെ ഒരു ഹദ്ദാദിന്റെ സദസ്സിൽ അവർ ഇരുന്നിട്ടില്ല, ഇന്ന് വരെ ഖുർആൻ ഓതുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹു തആല അവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണല്ലോ. എന്തേ അല്ലാഹു എന്നെ മാത്രം ഇങ്ങനെയാക്കുന്നത്? എന്നിട്ട് വീട്ടിലേക്ക് വരുന്ന ആളുകളോട് തന്റെ അസുഖങ്ങളുടെ കഥകളെല്ലാം എടുത്തു പറയുക. എങ്ങനെയാണ്, സുഖമാണോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്ത് സുഖം? തലവേദന, മുട്ടുവേദന, നടുവേദന, ഷുഗർ, പ്രഷർ, ഒന്ന് നീറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല, രാത്രി കിടന്നാൽ ഉറക്കം വരുന്നില്ല, ഇനി രാവിലെ ഉറങ്ങിയാൽ രാവിലെയും ഉറക്കം വരുന്നില്ല, ഭക്ഷണമാണെങ്കിൽ കഴിക്കാൻ തീരെ വേണ്ട. ഈ രീതിയിലെല്ലാം ആളുകളോട് സ്വന്തം വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുടെ കഥകളെല്ലാം തുറന്നു പറയുന്ന ആളുകൾ
അഥവാ അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണം എന്റെ റബ്ബ് തന്നതാണ് എന്ന ചിന്തയോടുകൂടി ക്ഷമിക്കേണ്ടതിന് പകരം കണ്ടവരോടൊക്കെ വേവലാതിയും പരാതിയും പറയുന്ന വിഭാഗം ആളുകൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു തആല ദുനിയാവിലും ശിക്ഷ നൽകുമെന്നാണ്, ആഖിറത്തിലും അല്ലാഹു ശിക്ഷ നൽകുമെന്നാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അതിന് നേരായ സൈതവർകൾ നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ ഹാരിസ് ആലമീൻ, അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തും ഇസ്സത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പൊ 3 രീതിയിലാണ് ആളുകൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷണങ്ങൾ നേരിടുക. ഒരു വിഭാഗം എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതിങ്ങനെ പറഞ്ഞിട്ടേ കാണുന്നവരോടൊക്കെ പറയും, ചങ്ങാതിമാരോട്, കുടുംബക്കാരോട്, നാട്ടുകാരോട്, ഇനി മക്കൾ ഗൾഫിൽ നിന്ന് വിളിച്ച അവരോട്, അയൽവാസികൾ വീട്ടിലേക്ക് വന്ന അവരോട്, ഇനി ഒരു പരിചയമില്ലാത്ത ആളെ കണ്ട അവരോട് ഇങ്ങനെ പറയും. തൊണ്ടവേദനയെക്കുറിച്ചും തലവേദനയെക്കുറിച്ചും പല്ലുവേദനയെക്കുറിച്ചും നടുവേദനയെക്കുറിച്ചും കടങ്ങളെക്കുറിച്ചും, അവിടെ കടയാണ്, മകൻ എവിടെ പോയി, എവിടെ ശരിയായില്ല, ഇവിടെ പോയി, ഇവിടെ ശരിയായില്ല, അടക്കാണെങ്കിൽ ഇല്ല, കഴിഞ്ഞ വർഷം ഉഷാറായിരുന്നു, ഇങ്ങനെ പറയും. ഇത് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന ഒരു വിഭാഗമാണെന്ന്. ഇവർക്ക് ദുനിയാവിൽ പരീക്ഷണം ഉണ്ടാകും എന്ന് മാത്രമല്ല, അവർ അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന ഒരു വിഭാഗമായിരിക്കുന്നതാണ്. ഈ ഒരു പരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. അപ്പൊ ഈ വിഭാഗത്തിൽ നമ്മൾ പെടുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം. നമ്മളൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നുണ്ടോ ഇല്ലേ എന്ന് സ്വയം നമ്മളൊന്ന് വിലയിരുത്തണം. നമ്മൾ ഇതിൽ പെടുന്നുണ്ടോ? നമ്മൾ നമ്മുടെ വിഷമം മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നമ്മളൊന്ന് വിലയിരുത്തണം. ഒന്നാമത്തെ വിഭാഗം അവരാണ് മഹ്റൂമും മിനൽ ഖൈർ. അവർക്ക് അല്ലാഹു തആല ഇനി ഖൈർ നൽകൂല എന്നാണ്. എല്ലാവിധ ഖൈറിൽ നിന്നും അല്ലാഹു അവരെ തടയുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ ആരും പെട്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് സഹോദരിമാരാണ് ശ്രദ്ധിക്കേണ്ടത്. അസുഖങ്ങൾ ഉണ്ടാകും, ഉറപ്പ് തന്നെയാണ്, അത് സ്വാഭാവികമാണ്. ജനിച്ചാൽ പിന്നെ അസുഖങ്ങളും പ്രയാസങ്ങളും നിർബന്ധമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ നിങ്ങളുടെ മുമ്പിൽ കണ്ടെത്താമെന്നും അല്ലാഹു പറയുന്നുണ്ട്. ലോകത്തുള്ള സർവരായ ആളുകൾ നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു സഹായവും ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ നാട്ടുകാരെല്ലാവരും തീരുമാനിച്ചു. നാട്ടുകാര് വിചാരിച്ചു നിങ്ങൾക്കൊരു വീടെടുത്തു തരാൻ. വലിയ പ്രയാസത്തിലാണല്ലോ, വലിയ കടത്തിലാണല്ലോ അയാൾക്കൊരു വീടെടുത്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം നാട്ടുകാര് നിങ്ങൾക്ക് വീടെടുത്ത് തരൂല എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും കൂടി പിരിവുണ്ടാക്കി വീടെടുത്തു. വീടിന്റെ പണിയെല്ലാം പൂർത്തിയായി. നാളെയാണ് താക്കോൽ ദാനം. അപ്പോഴേക്കും കമ്മിറ്റിയിൽ ചെറിയ പ്രശ്നമായി. എന്തിനാണ് അയാൾക്ക് കൊടുക്കുന്നത്? നാട്ടിൽ ഇതിനേക്കാളും അർഹതപ്പെട്ട വേറെ ആളുകളില്ലേ, അവർക്ക് കൊടുത്തൂടെ? അങ്ങനെ നാളെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് താക്കോൽ ലഭിക്കേണ്ടത്. അതിന്റെ സെക്കൻഡുകൾ മുമ്പ് അല്ലാഹു ആ താക്കോൽ നിങ്ങളിൽ നിന്നും മാറ്റി മറ്റൊരാളിലേക്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. ജനങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ അങ്ങനെയില്ല. എങ്കിൽ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടുകയേ ഇല്ല. അതേപോലെ തന്നെയാണ് ജനങ്ങളെല്ലാം നിങ്ങളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് കൊട്ടേഷൻ ഇട്ടു. നിങ്ങളെ വരുന്ന വഴിയിൽ കൃത്യമായി സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നത് ഈ സമയത്താണ്. ആ സമയത്ത് റോഡിന്റെ സൈഡിൽ നിന്നാൽ അയാളെ കാണാം, അയാളെ വെട്ടിക്കോളൂ എന്ന് കൊട്ടേഷൻ നൽകി. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുടെ കൈകളിലൂടെ കൊല്ലപ്പെടണമെന്നല്ല. അയാൾ പതിവ് പോലെ രാവിലെ കൃത്യസമയമാകുമ്പോഴേക്കും പറഞ്ഞ സമയത്ത് കൊട്ടേഷൻ സംഘങ്ങളെത്തി. അന്ന് കട്ടകാലത്തിന് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളും സുബഹി നിസ്കരിക്കാൻ എണീറ്റതേയില്ല. കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണത്. നിങ്ങളെ തൊടാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടായാലും എന്റെ റബ്ബിന്റെ തീരുമാനമാണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. സന്തോഷമുണ്ടായാൽ അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ദുഃഖമുണ്ടായാൽ അതും എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അള്ളാഹു നിഅമത്ത് നൽകും
നൽകുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ടോ, എന്താ റബ്ബേ എനിക്ക് മാത്രം നീ നിഅമത്ത് തന്നത് എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? എന്തേ എനിക്ക് മാത്രം വലിയ വീടെടുക്കാനുള്ള തൗഫീഖ് നൽകി, എന്തേ എനിക്ക് മാത്രം വലിയ വണ്ടി എടുക്കാനുള്ള തൗഫീഖ് നൽകി? ഒന്ന് നായമാറ മൂലയിലേക്ക് പോയാൽ കാണാം, വൈകുന്നേരങ്ങളിൽ റേഞ്ച് റോവറിന്റെ കൂട്ടമായ വലിയ വലിയ ലക്ഷൂറിയസ് വാഹനങ്ങളാണ് വൈകുന്നേരങ്ങളിൽ നമ്മുടെ നായന്മാർ മൂല ടൗണിൽ പോയാൽ കാണാം. അവരൊക്കെ ചിന്തിക്കുന്നുണ്ടോ, എനിക്ക് മാത്രം അല്ലാഹു ഇങ്ങനെ തൗഫീഖ് നൽകി, ഒരു വണ്ടി പോലും വാങ്ങാൻ കഴിയാത്തവർ, ഒരു ബൈക്ക് പോലും വാങ്ങാൻ കഴിയാത്തവർ, ഒരു കാറ് പോലും വാങ്ങാൻ കഴിയാത്തവർ, ഇങ്ങനെയൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോ എന്തേ എനിക്ക് അല്ലാഹു കോടിക്കണക്കിന് രൂപയുടെ വാഹനം വാങ്ങാൻ അല്ലാഹു എനിക്ക് എന്തേ തൗഫീഖ് നൽകി? ആരാണ് ഇവിടെ ചിന്തിക്കുന്നത്? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? എനിക്ക് മാത്രം എന്തിനു നിഅമത്ത് തന്നു? വലിയ വീടെടുക്കാറുണ്ട് നമ്മൾ. 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ, 5,000 6,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ നമ്മൾ നിർമ്മിക്കാറുണ്ട്. ആരെങ്കിലും അത് കഴിയുമ്പോൾ സ്വന്തമായിട്ടൊന്ന് ചോദിക്കാറുണ്ടോ, അല്ലാഹുവേ എനിക്ക് മാത്രം നീ എന്തേ ഇങ്ങനൊരു ചാൻസ് തന്നു എന്ന്? എന്റെ അയൽവാസികളുടെ വീട് എത്ര ചെറുതാണ്. എന്റെ കുടുംബത്തിൽ തന്നെ ചില ആളുകൾ ക്വാർട്ടേഴ്സ് താമസ വാടക വീട്ടിലാണുള്ളത്. അതേപോലെ തന്നെ ചില ആളുകൾ പീഡികത്തിന്മയിലും ബസ് സ്റ്റാൻഡിലും കിടന്നുറങ്ങുമ്പോൾ എനിക്ക് മാത്രം എന്തേ നീ സുഖം നൽകി എന്നാരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. ആ നമ്മൾക്ക് പിന്നെ പ്രയാസമുണ്ടാകുമ്പോ മാത്രം ചോദിക്കാൻ ആരാ സമ്മതം തന്നു? ഒരു രോഗം വരുമ്പോ അതെന്താ എനിക്ക് മാത്രം രോഗം തന്നു? ഒരു കടം വരുമ്പോ അതെന്താ എനിക്ക് മാത്രം കടം വന്നു? വീട് നഷ്ടപ്പെട്ടു, പ്രളയം വന്നു, എന്തെങ്കിലും ദുരിതങ്ങൾ വന്നു, വീട് തകർന്നു പോയി, വലിയൊരു ഇടി വന്നിട്ട് വീട് തകർന്നു പോയി, ആകെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഒരു 1,500 സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്, അത് 2 വർഷം 1 വർഷം താമസിച്ച് കൊതി തീരുന്നതിന് വലിയൊരു ഇടി വീണു, വീട് പോയി. അല്ലെങ്കിൽ ഒരു മിന്നൽ വന്നു, വീട് കത്തി, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, വീട് കത്തിപ്പോയി. അപ്പൊ നമ്മൾ ചോദിക്കൂല, അതെന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ പരീക്ഷണം, എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ അസുഖങ്ങൾ? എന്നിട്ടോ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. മക്കളാണെങ്കിൽ SSLC ആകുമ്പോഴേക്കും തോറ്റിട്ട് തിരിച്ചു വരികയാണ്. ഗൾഫിലേക്ക് പോയി ജോലിയില്ലാതെ തിരിച്ചു വരികയാണ്. ആ സമയത്ത് ചോദിക്കരുത്, എന്താ റബ്ബേ എന്നെ മാത്രം നീ ഇങ്ങനെയാക്കിയത്, എനിക്ക് മാത്രം നീ എന്റെ പരീക്ഷണങ്ങൾ നൽകി എന്ന് ചോദിക്കാൻ പാടില്ല. അമേരിക്കയുടെ പ്രശസ്തനായ ഒരു കളിക്കാരനുണ്ട്, കറുത്ത വർഗക്കാരനാണ് അയാൾ. ആർതർ ആഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എത്രയോ അവാർഡുകൾ വാങ്ങിച്ച ലോകത്തിലെ നമ്പർ 1 കളിക്കാരനാണ് അദ്ദേഹം. 1970-കളിൽ 1ാം റാങ്ക് നിരന്തരമായി 3 വർഷത്തോളം വാങ്ങിച്ചൊരു കളിക്കാരനാണ് അദ്ദേഹം. ഗ്രാൻഡ് സ്ലാം അവാർഡുകൾ, വിംബിൾഡൺ അവാർഡുകൾ, വലിയ വലിയ ടൂർണമെന്റുകളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് തന്നെ അമേരിക്കയിൽ ഒരു കറുത്ത വർഗക്കാരൻ കളിയിലേക്ക് ഒരു പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയറായി മാറാൻ തന്നെ എത്രയോ വെല്ലുവിളികൾ നേരിടാനുണ്ട്. ഒരു കറുത്ത വർഗക്കാരനെ ഈ ഒബാമയിലൂടെയാണ്, മാർട്ടിൻ ലൂതർ കിങ്ങിലൂടെയാണ് കറുത്ത വർഗക്കാർക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായത്. എന്നാൽ ഒരു കറുത്ത വർഗക്കാരന് വളരാൻ അവസരമില്ലാത്ത അമേരിക്കയിൽ ഈ കറുത്ത വർഗക്കാരനാണ് വർഷങ്ങളോളം ഏറ്റവും പ്രശസ്തനായ കളിക്കാരനായി, ലോകത്തെ പ്രഗത്ഭനായ കളിക്കാരനായി മാറിയത്. അദ്ദേഹത്തിനാണ് വലിയൊരു അസുഖം, ക്യാൻസർ പോലെയുള്ള വലിയൊരു അസുഖം പിടിപെട്ടത്. അദ്ദേഹത്തിന്റെ കരിയർ തന്നെ നിർത്തേണ്ടി വന്നു. ഈ ഒരു രോഗം കാരണം കളി തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോഴാണ് ഒരു ആരാധകൻ അദ്ദേഹത്തിന് കത്തെഴുതുന്നത്, എന്തേ ദൈവം നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു രോഗം തന്നു? Why does God select to use such a bad disease? ഇത്രയും മാരകമായ ഒരു രോഗം എന്തിന് ദൈവം നിങ്ങൾക്ക് തന്നു? വേറെ എത്ര ആളുകൾ ഇവിടെ ഉണ്ട്? ഇവിടെ കോടിക്കണക്കിന് ആളുകളിൽ ഈ രോഗം നിങ്ങൾക്ക് നൽകണമായിരുന്നോ? ഒരു ആരാധകൻ കത്തെഴുതുകയാണ്. അപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്, അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. വൈ മീ, എന്തിനാണ് എന്നെ മാത്രം തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം കോടിക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ കളിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്ക് കളിക്കാൻ പഠിച്ചു, കളിക്കാൻ അറിഞ്ഞു. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരു കളിക്കാരനായി ഞാൻ വളരുകയുണ്ടായി. അപ്പോഴൊന്നും ഞാൻ ചോദിച്ചില്ല എനിക്ക് മാത്രം എന്തേ കളി പഠിപ്പിച്ചത് എന്ന്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന്
നിന്ന് പ്രഗത്ഭരായ ഈ റാക്കറ്റുമായി ടെന്നീസ് ബാറ്റുമായി കോർട്ടിൽ പോയി കളിക്കാൻ 50,000 ആളുകൾക്കാണ് അവസരമുള്ളത്. അതിലും എന്റെ ദൈവം എന്നെ ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോഴും ഞാൻ ചോദിച്ചില്ല വൈമി എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന്. അതേപോലെ തന്നെ 50,000-ൽ നിന്ന് 1,000 ആളുകളാണ് പ്രൊഫഷണൽ കളിക്കാരായി മാറുന്നത്. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ മാത്രം എന്തിന് തെരഞ്ഞെടുത്തു എന്ന്. കോടിക്കണക്കിന് ആളുകൾ ഇവിടെ കളിക്കാൻ പോലും കഴിയാതെ ജീവിക്കുമ്പോ ഒരു പ്രൊഫഷണൽ അറിയപ്പെട്ട പ്രശസ്തനായ ഒരു കളിക്കാരനായി ഞാൻ മാറി. അപ്പോഴും ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചില്ല എന്നെ മാത്രം തെരഞ്ഞെടുത്തു എന്ന്. എന്നിട്ട് ആ 5,000-ൽ നിന്ന് 50 ആളുകൾക്കാണ് പ്രത്യേകമായ പ്രഗത്ഭമായ ടൂർണമെന്റുകളിൽ കളിക്കാൻ അവസരമുണ്ടാകുന്നത്. അതിലൊരാളായി എന്റെ ദൈവം തെരഞ്ഞെടുത്തു. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ മാത്രം തെരഞ്ഞെടുത്തത് എന്ന്. ആ 50 ആളുകളിൽ 4 പേരാണ് സെമി ഫൈനലുകളിലേക്ക് എത്തുന്നത്. അതിലും ഒരാളായി എന്റെ റബ്ബ് എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ മാത്രം എന്നെ തെരഞ്ഞെടുത്തു എന്ന്. ലോകത്തുള്ള ആളുകൾ ചുരുങ്ങി വന്നു. ഇതാ 4 ആളുകളായി മാറിയിരിക്കുകയാണ്. ആ 4 ആളിൽ എന്റെ ദൈവം എന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്നെ തെരഞ്ഞെടുത്തു എന്ന്. ആ സെമി ഫൈനൽ കഴിയുമ്പോഴേക്കും ഞാൻ ഫൈനലിലെത്തി. 2 പേരാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഏറ്റുമുട്ടിയിട്ട് 2 ആളുകളായി ചുരുങ്ങി. അതിലൊരാൾ ഞാനാണ്. അപ്പോഴും ഞാൻ ചോദിച്ചില്ല ഇത്രയും കോടിക്കണക്കിന് ആളുകളിൽ ഒരാളായി എന്നെ തെരഞ്ഞെടുത്തു എന്ന്. അവസാനം ഞാൻ തന്നെ വിജയിയായി. എന്നിട്ട് ആ കപ്പ് പിടിച്ച് ഞാൻ ചുടുചുംബനം നൽകുമ്പോ ലോകത്ത് ആകെ ഒരു കളിക്കാരനായി വിജയിയായി. എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തപ്പോഴൊന്നും ഞാൻ ചോദിച്ചില്ല ദൈവമേ എന്നെ എന്തിന് തെരഞ്ഞെടുത്തു എന്ന്. എന്നാൽ സന്തോഷ ദിവസങ്ങളിൽ സന്തോഷ സമയങ്ങളിലൊന്നും ദൈവത്തെ ഓർക്കാതെ എനിക്കൊരു അസുഖം വരുമ്പോൾ മാത്രം അള്ളാഹുവിനോട് ദൈവത്തോട് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് മാത്രം എന്തിനീ അസുഖം തന്നു എന്ന്. ഇദ്ദേഹം ഒരു മുസ്ലിം അല്ലെങ്കിലും പഠിക്കാനുണ്ട് നമ്മൾക്ക് പാഠങ്ങൾ. സന്തോഷമുള്ള സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറില്ല. സന്തോഷമുള്ള സമയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനെ ഓർക്കാറില്ല. എന്നാൽ ഒരു മുസ്ലിം അങ്ങനെയാവാൻ പാടില്ല. അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുകയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സാബത്തുഹു സറാഉ ശകർ, ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടായാൽ അയാൾ വേഗം സുജൂദിൽ കിടക്കുമെന്നാണ്. സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുമെന്നാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു നിഅമത്ത് കൂടുതൽ നമ്മൾക്ക് കിട്ടിയാൽ ഉടനെ സുജൂദിൽ വീഴണം. നിഅമത്തിന് നന്ദിയായിട്ടൊരു നന്മ നമ്മൾ കൂടുതൽ ചെയ്യണം. ഫലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. വീടെടുത്തു, നല്ലൊരു വീട്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അന്ന് മുതൽ നിങ്ങൾ നന്ദി, അള്ളാഹുവിനുള്ള നന്ദിയായിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വീട്, കടവും ബാധ്യതകളൊന്നും ഇല്ലാതെ ഒരു വീടെടുക്കാൻ, ഇനി കടമുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു വീട് സ്വന്തമായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ലേ, അൽഹംദുലില്ലാഹ്. ഇന്ന് മുതൽ ഞാൻ നന്ദി സൂചകമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കാം. അന്ന് മുതൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. അള്ളാഹുവിനുള്ള നന്ദി സൂചകമാണത്.